എംജി സർവകലാശാലയിലെ സ്വാശ്രയ വിദ്യാർത്ഥികൾക്ക് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഇല്ല. 2023-24 വർഷത്തെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിൽ നിന്ന് സ്വയംഭരണ കോളേജുകളിൽ നിന്നുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ട്. നടപടി അനീതി എന്നാരോപിച്ച് സ്വാശ്രയ കോളേജുകളിലെ ഗവേഷകർ രംഗത്തെത്തി. എംജി സർവകലാശാലയുടെ കീഴിലെ അംഗീകൃത ഗവേഷണ കേന്ദ്രങ്ങളിൽ മുഴുവൻ സമയ ഗവേഷണം നടത്തുന്നവരിൽ നിന്ന് 260 പേർ ഫെലോഷിപ്പിന് വിജ്ഞാപനമനുസരിച്ച് അപേക്ഷിച്ചിരുന്നു. ഇതിൽ 101 ഗവേഷകർക്കാണ് ഫെലോഷിപ്പ് നൽകിയത്. ഇതിൽ ഭൂരിഭാഗവും സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്നവരാണ്. സ്വാശ്രയ കോളേജുകളിലെ ഗവേഷകർ പട്ടികയിൽ നിന്ന് പുറത്തായി. 1 വർഷം വൈകിയാണ് നിലവിൽ ഫെലോഷിപ്പ് നൽകുന്നത് തന്നെ. ഈ സാഹചര്യത്തിൽ തങ്ങളെ ഒഴിവാക്കിയത് അനീതിയാണെന്ന് സ്വയംഭരണ കോളേജുകളിൽ നിന്നുള്ള ഗവേഷകർ പറയുന്നു. സ്വയംഭരണ കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഉത്തരവ് പുനഃപ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ട സെനറ്റ് അംഗം സജിത് ബാബു വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. സർവകലാശാല ഓട്ടോണമസ് സ്ഥാപനങ്ങൾക്ക് ഒരു രണ്ടാമൊരു നീതിയാണ് കാണിക്കുന്നത് എന്നുള്ള തരത്തിലേക്ക് ഇതിനെ നമുക്ക് കാണേണ്ടി വരും. കാരണം നമ്മുടെ സർവകലാശാലയിൽ മികച്ച രീതിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഓട്ടോണമസ് പദവിയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ആ സർവകലാശാലയിൽ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലൊരു നീതി നിഷേധം കാണിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറിൻ്റെയും രജിസ്ട്രാറിൻ്റെയും ഒക്കെ മുമ്പിലേക്ക് അറിയിച്ചിട്ടുള്ളതാണ്. നാളിതുവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടികളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പഠനത്തിനും മുഴുവൻ സമയ ഗവേഷണ പ്രവർത്തനങ്ങൾക്കുമുള്ള സാമ്പത്തികം കണ്ടെത്തേണ്ട ഏക മാർഗം ഈ ഫെലോഷിപ്പ് ആയിരുന്നു. ആർട്സ് വിഷയങ്ങളെക്കാൾ സയൻസ് വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുന്നവർക്ക് ചെലവ് താരതമ്യേന കൂടുതലാണ്. ഫണ്ടിന്റെ അപര്യാപ്തത മൂലമാണ് സ്വാശ്രയ കോളേജ് വിദ്യാർത്ഥികളെ ഒഴിവാക്കിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം. സർക്കാർ അനുവദിക്കുന്ന പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഒരു മാസം 12,000 രൂപ വീതം ഫെലോഷിപ്പ് തുക അനുവദിക്കുന്നത്. അടുത്ത ഘട്ടം സ്വയംഭരണ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് നൽകുമെന്നും ആരെയും മാറ്റി നിർത്തില്ലെന്നും അധികൃതർ പറഞ്ഞു. ജനം, കോട്ടയം.